പോസിറ്റീവ് വൈബ്സ് മരിയ എന്ന് എത്തി നിൽക്കുന്നത് മരിയാസ് കിച്ചണിലാണ്. ഇന്ന് നമ്മുടെ ഡിഷ് എന്ന് പറയുന്നത് ഫ്രൈഡ് ചിക്കൻ കറിയാണ്. ഇത് അത്യാവശ്യം നല്ല സ്പൈസിയും അതുപോലെ തന്നെ ടേസ്റ്റും ആയിട്ടുള്ളൊരു ഡിഷാണ്. മെഷർമെൻറ്റ്സ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ആദ്യം തന്നെ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടി അതിലേക്ക് മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, ഗരം മസാലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, നമ്മൾ ഈ ചിക്കൻ മാരിനേറ്റ് ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ തന്നെ കുരുമുളക് പൊടി. ഇനി ഇതിലേക്ക് നമ്മൾ ഈ ചിക്കൻ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് 1 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇതിപ്പോൾ നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞ് പുറത്തെടുത്ത ചിക്കനാണ്. ഇനി നമ്മളിത് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. വറുത്തെടുക്കാനായിട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ, ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതിലാണ് ചെയ്യുന്നത്. പിന്നെ കറിവേപ്പില ഇടുന്നുണ്ട്. ഈ കറിവേപ്പില ഇടുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ പീസസ് അതിലിട്ട് വറക്കുമ്പോൾ അത് പെട്ടെന്ന് കരിഞ്ഞു പോവില്ല. അതിന് വേണ്ടിയിട്ടാണ് കറിവേപ്പില ഇടുന്നത്. ആദ്യത്തെ ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക. അതിന് ശേഷം ചിക്കൻ മറിച്ചിട്ടിട്ട് ഒരു ലോ ഫ്ലെയിമിൽ 5 മിനിറ്റും കൂടി ഇടാം. നമ്മളിത് ഫുള്ളായിട്ട് വറുത്തെടുക്കുന്നില്ല, ഒരു പകുതി വേവ് ആക്കിയിട്ടേ എടുക്കുന്നുള്ളൂ. അത് കഴിയുമ്പോൾ അതിലൊന്ന് എടുത്ത് മാറ്റി വയ്ക്കാം. ഈ ഒരു പാകമാകുമ്പോൾ എടുത്ത് മാറ്റാം. അടുത്തത് ഗ്രേവിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ഒരുക്കി വയ്ക്കുകയാണ്. ഇതിൽ നമ്മൾ സബോളയും അതുപോലെ തന്നെ തക്കാളിയും നല്ല കനം കുറച്ചിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. അതുപോലെ തന്നെ ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും പ്രത്യേകം പേസ്റ്റ് ആക്കിയിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതാണ് കൂടുതൽ നമുക്ക് ടേസ്റ്റ് കിട്ടുക. ഇവിടെ ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ വറുത്ത് വെച്ച ആ ഒരു എണ്ണ, ആ ബാക്കിയുള്ള എണ്ണയിലാണ് ഞാൻ ഗ്രേവി തയ്യാറാക്കുന്നത്. അതിലുള്ള കറിവേപ്പിലയൊന്നും കളയുന്നില്ല, അതും കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് ആദ്യം തന്നെ അത് ചൂടായി വരുമ്പോൾ കറിവേപ്പിലയാണ് ഇടുന്നത്. ഞാനിവിടെ 4 തണ്ടോളം ഇട്ടിട്ടുണ്ട്. അത് വീട്ടിലുള്ളതുകൊണ്ട് കൂടുതൽ ഇട്ടുന്നേ ഉള്ളൂ. എത്ര കൂടുതലിട്ടാലും അത്ര ടേസ്റ്റാണ്. അത് കഴിഞ്ഞ് പിന്നെ അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി പേസ്റ്റ്, നമ്മൾ ഗാർലിക് പേസ്റ്റ്, അത് 1.5 ടീസ്പൂൺ, അതുപോലെ തന്നെ ജിഞ്ചർ പേസ്റ്റും 1.5 ടീസ്പൂൺ. ഇവിടെ ഞാൻ പച്ചമുളക് മിക്സിയിലിട്ട് പേസ്റ്റ് ആക്കിയിരിക്കുകയാണ്. അത് ഞാൻ 2 ടീസ്പൂണോളം ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം നല്ലപോലെ കൂട്ടി വെച്ചുകൊണ്ട് ഇതൊന്ന് വാടി വരുമ്പോൾ, അതായത് ആ ഒരു പച്ചമണം പോകുന്ന വരയ്ക്ക് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ആഡ് ചെയ്യുക. മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഉപ്പ് കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ സവോള ഇങ്ങനെ ഒന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്യുക. അതൊന്ന്
2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പൊടികളെല്ലാം മസാലപ്പൊടികളെല്ലാം ഇതിലേക്ക് ഒരുമിച്ച് തന്നെയാണ് ആഡ് ചെയ്യുന്നത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഫ്ലെയിം നല്ലപോലെ കൂട്ടി വെച്ച് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് മൂടി വെച്ച് നമ്മൾ ഈ തക്കാളിയും ഒക്കെ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. മൂടി വയ്ക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക, അതല്ലെങ്കിൽ അടി പിടിച്ച് പോകും. ഇടയ്ക്ക് എടുത്ത് തുറന്ന് നോക്കുക. അപ്പോൾ ഇതിൽ വെളിച്ചെണ്ണ തെളിഞ്ഞ് വരുന്ന ഇതാണ് നമ്മുടെ പാകം എന്ന് പറയുന്നത്. അതുവരയ്ക്കും ഇത് മൂടി വെച്ചുകൊണ്ട് തന്നെ വേവിക്കാം. ഇപ്പോൾ ഇവിടെ ഇത് ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് പഞ്ചസാര, മുഴുവൻ പഞ്ചസാര ഇല്ലേ, സാധാ പഞ്ചസാര 1 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് എനിക്കിതൊരു ഗ്രേവി പരുവ വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം, സാധാരണ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് തിക്ക് ഗ്രേവിയാക്കി എടുക്കുക ചെയ്യുന്നത്. ഈ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യുക. അതിനുശേഷം അത് നല്ലപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളം വരണ പോലെ തോന്നും. പക്ഷെ ഇതിൽ പിന്നെയും വെള്ളം വേണം. നമ്മൾ ശരിക്കും വെള്ളം കുറേ കൂട്ടിയിട്ട് അതിങ്ങനെ വറ്റിച്ച് കൊണ്ടുവരികയാണ്, എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് വരിക. അപ്പോൾ ഞാൻ പിന്നെ ഇതിലേക്ക് ഒരു 2 ഗ്ലാസും കൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിതിലേക്ക് മല്ലിപ്പൊടിയും അതുപോലെ തന്നെ മസാലപ്പൊടിയും, ഗരം മസാലപ്പൊടിയും ഞാനിതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ വറ്റി തുടങ്ങിയിട്ടുണ്ട്. വറ്റി അത് അടച്ചു വെച്ചും തുറന്നു വെച്ചും വറ്റിച്ചുകൊണ്ട് വരിക. വറ്റിച്ചുകൊണ്ട് വന്ന് ഇതാണ് ഇതിൻ്റെ പാകം. ശരിക്കും ഒരു തിക്ക് ഗ്രേവി ആയിട്ട് വരും. ഇത് ചപ്പാത്തിക്കൊപ്പവും ചോറിനൊപ്പവും പൊറോട്ടയ്ക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു.